ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ റവ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് റവയൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ട്. അതിനുശേഷം 1/2 കപ്പ് പഞ്ചസാര കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ബീറ്റ് ചെയ്തതിന് ശേഷം പൊടിച്ച പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 തവണയായിട്ടാണ് ഞാൻ ഈ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അതോടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനിയും പൊടിച്ച റവയിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ബീറ്റർ കൊണ്ടാണ് വീണ്ടും ബീറ്റ് ചെയ്തിരിക്കുന്നത്. സ്പാച്ചില കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇത് ഞാൻ ഗ്യാസിലാണ് വെക്കുന്നത്. ഗ്യാസിൽ നേരത്തെ തന്നെ പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടായി കിടക്കുകയാണ്. ഇത് കേക്ക് വെക്കുന്ന ട്രേയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇറക്കി വെച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 45 മിനിറ്റോളം വെച്ചതിന് ശേഷമാണ് അത് വെന്ത് വന്നത്. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.